ഏവർക്കും സ്വാഗതം, സുപ്രഭാതം, വെൽക്കം, വണക്കം. ഇന്ന് സർവശക്തനായ ദൈവത്തിന് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം എന്ന വിഷയത്തെ ആസ്പദമാക്കി ഇത് സാർവലൗകികമായ ഒരു പ്രശ്നമാകയാൽ ഇതിനെപ്പറ്റി അല്പം വ്യക്തത പ്രാപിക്കുന്നത് എല്ലാവർക്കും ഒന്നുപോലെ ആവശ്യമാകയാൽ ചില അടിസ്ഥാന ചിന്തകൾ വളരെ ലളിതമായവ മാത്രം പ്രിയപ്പെട്ട ഏവരോടും പങ്കിടുക എന്നതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്താണ് ദൈവത്തിന് പറ്റിയ ഈ വലിയ അബദ്ധം, വലിയ അമളി? കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ ആത്മഹത്യാ തുല്യമായ ഈ ഒരു വലിയ തെറ്റ്. ഇത് അറിയുവാൻ ഏവർക്കും തീർച്ചയായും താല്പര്യവും ജിജ്ഞാസയും ഉണ്ടാകും എന്നതാണ് ഞാൻ കരുതുന്നത്. ഇതിലേക്കുള്ളൊരു സൂചനയായി വേദപുസ്തകത്തിലെ ആദ്യത്തെ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകം അതിൽ 2-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിൽ ദൈവം കാണിച്ച ഈ ഒരു വലിയ മണ്ടത്തരം ഒന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുന്ന കാര്യം ഞാൻ ഉണ്ടാക്കി പറയുന്നതല്ല, അത് വേദപുസ്തക അടിസ്ഥാനത്തിലാണ് ഞാൻ പരാമർശിക്കുന്നത്, അവതരിപ്പിക്കുന്നത് എന്ന് ഏവരും തിരിച്ചറിയണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. എനിക്ക് എൻ്റേതായി ഒന്നും പറയാനില്ല. ഞാൻ ഒരു ഒറിജിനൽ തിങ്കറൊന്നുമല്ല. അവിടെയും ഇവിടെയും നിന്ന് കിട്ടുന്ന പല മേശകളിൽ നിന്നും വീഴുന്ന അപ്പനുറുക്കുകൾ ശേഖരിച്ച് അത് നുണയുവാൻ താല്പര്യമുള്ളവർക്ക് സവിനയം പ്രദാനം ചെയ്യുന്നു, സമർപ്പിക്കുന്നു എന്നത് മാത്രം. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിൽ നാം എന്താണ് കാണുന്നത്? ദൈവം സകല പക്ഷികളെയും മൃഗങ്ങളെയും ആദാം അവയ്ക്ക് പേരിടുന്നതിന് വേണ്ടി, പ്രത്യേകം ശ്രദ്ധിക്കുക, അവയ്ക്ക് പേരിടുന്നതിന് വേണ്ടി അവൻ്റെ മുൻപിൽ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ്. അതിൽ കൂടെ എല്ലാറ്റിനെയും പേര് ചൊല്ലി വിളിക്കുവാൻ, എല്ലാറ്റിനും പേര് നൽകുവാനും എല്ലാറ്റിനെയും പേര് ചൊല്ലി വിളിക്കുവാനുമുള്ള അവകാശവും അധികാരവും ദൈവം മനുഷ്യർക്ക് കൈമാറി. ആദാമെന്നിവിടെ പറയുമ്പോൾ മനുഷ്യരാശിയുടെ ആകമാനം പ്രതിനിധിയായിട്ടാണ് ആദാമിനെ അവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ മനുഷ്യർക്ക് നൽകിയ ഈ വലിയ അധികാരം, എല്ലാറ്റിനും പേര് നൽകുക, എല്ലാറ്റിനെയും പേര് ചൊല്ലി വിളിക്കുക. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അതുകൊണ്ടെന്താണ് പ്രശ്നം? പ്രശ്നം മറ്റൊന്നുമല്ല, അതും വേദപുസ്തകത്തിൽ തന്നെ സൂചിപ്പിച്ചിട്ടുള്ള യാഥാർത്ഥ്യമാണ്. പേര് എന്ന ആ ഒരു സങ്കല്പത്തിന് നാം സാധാരണ തിരിച്ചറിയുന്നതിനപ്പുറം അർത്ഥവ്യാപ്തിയും സാധ്യതയും വേദപുസ്തകത്തിൽ കൽപ്പിക്കപ്പെടുന്നുണ്ട്. അത് മറ്റ് മതദർശനത്തിനും അപ്രകാരമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെന്താണ്? പേര് എന്ന് പറയുമ്പോൾ അത് ശബ്ദിക്കുക, പറയുക, പ്രസ്താവിക്കുക, നിർവചിക്കുക, എല്ലാറ്റിൻ്റെയും അർത്ഥവും അതിരും നിശ്ചയിക്കുക, ഇങ്ങനെ പലവിധമായ ആശയങ്ങളും സാധ്യതകളും അതിലടങ്ങിയിട്ടുണ്ട്. പേരെന്നുള്ളത് ഭാഷയുടെ അംശമാണല്ലോ. ഭാഷ എന്നത് മനുഷ്യന് ഉച്ചാരണ ശക്തി, സംസാരിക്കാനുള്ള കഴിവ്, മൃഗങ്ങളിൽ നിന്നും പക്ഷികളിൽ നിന്നും മനുഷ്യനെ വേർതിരിച്ച് പ്രത്യേകതയുള്ളവനാക്കുന്ന ഘടകങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അവന് ഭാഷാ ശക്തിയുണ്ട്, ഭാഷാവരമുണ്ട് എന്നുള്ളത്. നാം പലപ്പോഴും ഈ ഭാഷാവരത്തെ അതിൻ്റെ പ്രാധാന്യത്തിൽ തിരിച്ചറിയുവാൻ കൂട്ടാക്കുന്നില്ല.
അതുകൊണ്ടാണ് പലരും ഭാഷാപരത്തെ മറുഭാഷാപരമായിട്ടൊക്കെ തെറ്റിദ്ധരിക്കുന്നത്. നിങ്ങൾ ഏതെങ്കിലും മൃഗങ്ങളോടോ പക്ഷികളോടോ ചോദിക്കണം, മനുഷ്യർ ചെയ്യുന്ന ഈ ഒരു പ്രവൃത്തിയിൽ പരസ്പരം ആശയവിനിമയം നടത്തുന്നു, വികാരങ്ങൾ കൈമാറുന്നു, അവിടെ സൗന്ദര്യബോധം അവതരിപ്പിക്കുന്നു, മാത്രവുമല്ല സൗന്ദര്യമുള്ള ജീവിതത്തെ വികൃതമാക്കാനുള്ള പ്രയോഗങ്ങളും നടത്തുന്നു, വെളിച്ചത്തിൻ്റെയും അന്ധകാരത്തിൻ്റെയും ജൽപ്പനങ്ങൾ, ഇവയൊക്കെ നിങ്ങൾക്കും കൂടെ ലഭിച്ചിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നുവെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും അവർ പറയും, ബാക്കി എല്ലാം എടുത്തിട്ട് ഞങ്ങൾക്ക് സംസാരിക്കാനുള്ള കഴിവ് മാത്രം ദൈവം തന്നിരുന്നുവെങ്കിൽ ഞങ്ങളോട് കരുണ കാണിച്ചില്ല, അത് മനുഷ്യർക്കായി മാത്രം നീക്കി വെച്ചു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ആരാണ് എന്ന് തീരുമാനിക്കുന്നത് മനുഷ്യരാണ്. മനുഷ്യൻ തീരുമാനിക്കുന്നു ഇന്ന മൃഗം കഴുതയാണ്, ഇന്ന മൃഗം കുതിരയാണ്, ഇന്ന മൃഗം ഒട്ടകമാണ്, മൃഗം ആനയാണ്, മറ്റേത് കുഴിയാനയാണ്, അത് പട്ടിയാണ്, അത് പൂച്ചയാണ്. അങ്ങനെ മനുഷ്യർ തീരുമാനിക്കുന്നു. ഞങ്ങൾക്ക് അതിൽ യാതൊരു പങ്കുമില്ല. അവൻ പറയുന്നതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അന്തിമമായ വാക്ക്. അവൻ പറയുന്നതാണ് ഞങ്ങളുടെ വിധി, ഞങ്ങളുടെ അവസ്ഥ ഇതാണ് എന്നവർ പറയും. എന്നാൽ നാമോ നമുക്കായി നൽകപ്പെട്ടിരിക്കുന്ന പ്രത്യേകതയുള്ള ഈ ഒരു വരം, ഭാഷാവിനിമയ വരം, അതിൻ്റെ മാഹാത്മ്യമോ അതിൻ്റെ സാധ്യതകളോ വേണ്ടതുപോലെ അറിയുകയോ മാനിക്കുകയോ ചെയ്യുന്നവരല്ല എന്നത് നാം തിരിച്ചറിയേണ്ട കാലം വൈകിയിരിക്കുന്നു. എനിക്ക് പ്രത്യേകിച്ച് യുവതീ-യുവാക്കന്മാരോട് പറയാനുള്ളത്, നാം ഭാഷയെ എപ്രകാരം മനസ്സിലാക്കുന്നു, ഉപയോഗിക്കുന്നു, ഏത് തോതുവരെ വളർത്തിയെടുക്കുവാൻ ശ്രമിക്കുന്നു, എത്ര സൗന്ദര്യബോധത്തോടെ ഭാഷയെ ഉപയോഗിക്കുവാൻ നാം കൂട്ടാക്കുന്നു, ഇവയൊക്കെയും നമ്മുടെ വ്യക്തിത്വ രൂപീകരണത്തിൽ വളരെയധികം ക്രിയ ചെയ്യുന്ന ഒരു മർമ്മമാണ്. ഈ വീഡിയോയിൽ അതിൻ്റെ പ്രധാനപ്പെട്ട വിഷയമല്ലാത്തത് കൊണ്ട് ഞാൻ കൂടുതലായി അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ മനുഷ്യർക്ക് ദൈവം ഇപ്രകാരമുള്ള ഒരു വലിയ ആനുകൂല്യം, ഒരു വലിയ പദവി, ഒരുപക്ഷെ വിഭാവനയ്ക്കപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു വലിയ പദവി നൽകി. എല്ലാറ്റിനെയും പേര് ചൊല്ലി വിളിക്കുവാൻ മനുഷ്യർക്ക് ദൈവം അവകാശം നൽകി, അധികാരം നൽകി. പക്ഷേ ഇത് ദൈവത്തിന് ഒരു വലിയ തിരിച്ചടിയാകുമെന്ന് ആ സമയത്ത് ദൈവം തിരിച്ചറിഞ്ഞോ ഇല്ലയോ നമുക്കറിയില്ല. എന്നാൽ പിൽക്കാലത്ത് തിരിച്ചറിഞ്ഞു എന്നതിനും തെളിവുണ്ട്. നാം 10 കൽപ്പനയിലേക്ക് വരുമ്പോൾ, അതായത് പുറപ്പാട് പുസ്തകത്തിൻ്റെ 20-ാം അധ്യായത്തിൽ കാണുന്ന 10 കൽപ്പനകൾ, മോശെ മുഖാന്തരം ദൈവം ഇസ്രായേൽ മക്കൾക്ക് അവരെ ഏത് വഴിയിൽ നടക്കണം, എപ്രകാരം ജീവിക്കണം എന്ന മാർഗദർശനങ്ങൾ നൽകുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ദൈവമായ യഹോവയെ നീ അവൻ്റെ നാമം നീ വൃഥ എടുക്കരുത്, ദൈവത്തിൻ്റെ നാമം വൃഥ എടുക്കരുത്. അപ്പോൾ അങ്ങനെ ഒരു കൽപ്പന നൽകേണ്ട ആവശ്യം എന്താണ്? ദൈവത്തിൻ്റെ പേര് മനുഷ്യർ എപ്രകാരം ഉപയോഗിക്കുന്നു എന്നത് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വലിയ പ്രശ്നം തന്നെയാണ്. മനുഷ്യർ ദൈവം അവന് നൽകിയ ഈ കഴിവ്, അത് മൃഗങ്ങളോടും പക്ഷികളോടും ലോകത്തിലെ എല്ലാ ചരാചരങ്ങളോടുമുള്ള ബന്ധത്തിൽ അവന് നിർബാധം ഉപയോഗിക്കുവാൻ അവകാശമുണ്ട്. പക്ഷേ അവൻ ഏറ്റവും കൂടുതൽ അത് പ്രയോഗിക്കുന്നത് സൃഷ്ടിയിലെ അംശങ്ങളോടല്ല, സൃഷ്ടികർത്താവിനോടാണ് എന്ന ഒരു തിരിച്ചറിവ് പിൽക്കാലത്തുണ്ടായി എന്നതാണ് ഞാൻ ഇതുകൊണ്ട് മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നാമം വൃഥ എടുക്കരുത് എന്ന ഒരു കൽപ്പന ഉണ്ടാകുമായിരുന്നില്ല. ഇപ്പോൾ വൃഥ എടുക്കുക എന്ന് പറഞ്ഞാൽ, നാമം വൃഥ എടുക്കുക എന്ന് പറഞ്ഞാൽ, ഏത് വ്യക്തിയുടേതാണോ, ഏത് വ്യക്തിത്വത്തിൻ്റെയാണോ നാമം ഇപ്രകാരം എടുക്കപ്പെടുന്നത്, ആ പദപ്രയോഗം കൊണ്ട് ആ വ്യക്തിയുടെയോ പ്രതിഭാസത്തിൻ്റെയോ അന്തസത്തയെ വക്രീകരിക്കുന്ന ഒരു സ്വഭാവമുണ്ടെങ്കിൽ, ഒരു പരിണിത ഫലമുണ്ടെങ്കിൽ, അത് നാമം വൃഥ എടുക്കുന്നതിന് തുല്യമാണ്. നാമം വൃഥ എടുക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ നാമം ആരെങ്കിലും വൃഥ എടുക്കുന്നുവെങ്കിൽ ഞാൻ എന്തിനു വേണ്ടി നിലകൊള്ളുന്നു, എൻ്റെ വ്യക്തിത്വത്തിൻ്റെ അന്തസത്ത എന്താണ്,
അതിനെ 100% അവഗണിച്ചുകൊണ്ട് തോന്നുന്ന വിധത്തിൽ എൻ്റെ പേര് എടുക്കുന്ന ആളിന്, വ്യക്തിക്ക് ലാഭം വരുന്ന വിധത്തിൽ, അല്ലെങ്കിൽ സൗകര്യപ്രദമായ വിധത്തിൽ, എന്നാൽ എൻ്റെ വ്യക്തിത്വത്തിൻ്റെ അന്തസത്തയോട് സത്യസന്ധമായി നീതി പാലിക്കാതെ തോന്നിയതുപോലെ തോന്നിയ വിധത്തിൽ എൻ്റെ പേരെടുത്തുകൊണ്ടിരുന്നാൽ അത് എൻ്റെ നാമം വൃഥ എടുക്കുന്നതിന് തുല്യമാണ്. അപ്പം മനുഷ്യരത് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. അതുകൊണ്ടാണ് അപ്രകാരം ചെയ്യരുത് എന്ന വളരെ വ്യക്തമായ ഒരു കൽപ്പന ഉണ്ടായത്. അപ്പോൾ അത് ഈ പ്രശ്നത്തിൻ്റെ ഒരു അംശം മാത്രമാണ്. മനുഷ്യന് ദൈവം എല്ലാറ്റിൻ്റെയും പേര് കൽപ്പിക്കുവാനും പേര് ചൊല്ലി വിളിക്കുവാനുമുള്ള അവകാശം കൊടുത്തതുകൊണ്ട് ആ അവകാശം മനുഷ്യൻ ദൈവത്തിനെതിരെയും പ്രയോഗിക്കുന്നു എന്നൊരു യാഥാർത്ഥ്യം പ്രത്യേകിച്ച് ആത്മീയ ഗോളത്തിൽ വരുമ്പോൾ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, മനുഷ്യനെ ദൈവം സ്വന്തം രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു എന്ന ഒരു തിരിച്ചറിവിലൂടെ വേദപുസ്തക ചരിത്രം ആരംഭിക്കുമ്പോൾ അതിനുശേഷം സംഭവിക്കുന്നത് മുഴുവനും മനുഷ്യൻ അവൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും ദൈവത്തെ പുനഃസൃഷ്ടിക്കുവാനായി ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അത് മനുഷ്യൻ്റെ സ്വഭാവമാണ്. ആ സ്വഭാവം ഇത്രമാത്രം അപകടവും പ്രയാസങ്ങളും ഉണ്ടാക്കുവാൻ കാരണമായി തീർന്നത് അങ്ങനെ പേര് ചൊല്ലി വിളിക്കുവാനുള്ള, പേര് നിശ്ചയിക്കുവാനും പേര് ചൊല്ലി വിളിക്കാനുമുള്ള സ്വാതന്ത്ര്യം ദൈവം കൊടുത്തതുകൊണ്ടാണ്. പക്ഷേ ആ ദൈവം നൽകിയ സ്വാതന്ത്ര്യത്തെ മനുഷ്യൻ ഏറ്റവും ശക്തമായി ഉപയോഗിക്കുന്ന ദൈവത്തിനെതിരെ തന്നെയാണ്. ഇത് മനുഷ്യ സ്വഭാവത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇത് മനുഷ്യ സ്വാതന്ത്ര്യത്തിൻ്റെയും ഒരു അവിഭാജ്യ ഘടകമാണ് എന്ന് നാം തിരിച്ചറിയേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയാം. മനുഷ്യന് ദൈവത്തെ അവൻ്റെ താല്പര്യം, അവൻ്റെ സൗകര്യം, അതിൻ്റെ ഇഷ്ടം, അവൻ്റെ ലാഭം അനുസരിച്ച് വിവിധ പേരുകൾ ചേർത്ത് വിളിക്കുവാനുള്ള അവകാശമില്ലായിരുന്നുവെങ്കിൽ ഈ ലോകത്തിൽ വലിയ തോതിൽ സമാധാനം സ്ഥിതി ചെയ്യുമായിരുന്നു. നമുക്കറിയാം, ഈ ലോകത്തിൽ നടന്ന രക്തച്ചൊരിച്ചിലിൽ ഒരു നല്ല ഭാഗവും വിവിധ ദൈവങ്ങളെ പറ്റിയുള്ള, വിവിധ ദൈവസങ്കല്പങ്ങളെ ആസ്പദമാക്കിയുള്ള മത്സരവും യുദ്ധവും രക്തച്ചൊരിച്ചിലുമാണ് എന്ന് നമുക്കറിയാം. ലോകസമാധാനത്തിന് വിവിധമായ ദൈവസങ്കല്പങ്ങൾ എക്കാലത്തും തലവേദന ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഓരോ സാഹചര്യത്തിൽ ഓരോരോ ജനക്കൂട്ടങ്ങൾ, പീപ്പിൾ ഗ്രൂപ്പ്സ്, അവരുടേതായ അനുഭവത്തിൽ നിന്ന്, അവരുടേതായ സാഹചര്യത്തിൽ നിന്ന്, അവരുടെ താല്പര്യം മുൻനിർത്തി അവരുടെ പരിമിതികളിൽ ദൈവത്തെ ഒതുക്കി നിർത്തിക്കൊണ്ട് ദൈവത്തിന് പേര് വിളിക്കുന്നു. ഈ പേര് വിളിക്കുക എന്ന് പറയുമ്പോൾ നാം തന്നെ മനസ്സിലാക്കേണ്ടത്, പേര് വിളിക്കുന്നത് സൃഷ്ടിയുടെ ഒരു മർമ്മമായിട്ടാണ്. വേദപുസ്തകത്തിൽ ദൈവം എല്ലാറ്റിനെയും, മനുഷ്യനെ ഒഴിച്ച് ബാക്കി എല്ലാറ്റിനെയും സൃഷ്ടിച്ചത് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു, അവയുണ്ടായി. വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞു, വെളിച്ചമുണ്ടായി. വെള്ളമുണ്ടാകട്ടെ, വെള്ളമുണ്ടായി. കരയും സമുദ്രവും ഉണ്ടാകട്ടെ, ഉണ്ടായി. ഭൂമിയും ആകാശവും ഉണ്ടാകട്ടെ, ഉണ്ടായി. ചെടികളുണ്ടാകട്ടെ, മരങ്ങളുണ്ടാകട്ടെ, പറവകളുണ്ടാകട്ടെ, ജന്തുക്കളുണ്ടാകട്ടെ, എല്ലാം ഉണ്ടായി. മനുഷ്യനെ മാത്രം ദൈവം പ്രത്യേകതയോടെ സൃഷ്ടിച്ചു എന്ന് നാം കാണാം. അപ്പോൾ ഭാഷ, സംസാരിക്കുന്നത് സൃഷ്ടിപരമായ ഒരു പ്രവൃത്തിയാണ് എന്ന സുപ്രധാനമായ ആശയമാണ് നാം ഇതിൽ നിന്ന് പ്രാപിക്കേണ്ടത്. ടു സ്പീക്ക് ഈസ് ടു ക്രിയേറ്റ്. നാം സംസാരിക്കുമ്പോൾ എപ്പോഴൊക്കെ സംസാരിക്കുന്നുവോ ആ സമയത്തെല്ലാം നമ്മെ തന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ടേ ഇരിക്കേണ്ട ഒരു സുപ്രധാനമായ മർമ്മം, സംസാരിക്കുക എന്ന് പറഞ്ഞാൽ സൃഷ്ടി നടത്തുക എന്നതാണ് അതിൻ്റെ അർത്ഥം. ടു സ്പീക്ക് ഈസ് ടു ക്രിയേറ്റ്. ആ ഗാംഭീര്യത്തിലും ഉത്തരവാദിത്വ ബോധത്തിലും അച്ചടക്കത്തിലും പൂർണ്ണമായി നിന്നുകൊണ്ട് വേണം മനുഷ്യന് നൽകപ്പെട്ട പ്രത്യേകമായ ആനുകൂല്യമായ ഈ ഭാഷാ വിനിമയ വരം നാം ഉപയോഗിക്കുവാൻ. എന്നാൽ അത്
വീണ്ടു വിചാരമില്ലാതെ, അച്ചടക്കമില്ലാതെ ഈ വലിയ ദാനത്തിൻ്റെ പുറകിൽ വർത്തിക്കുന്ന ദൈവികമായ താല്പര്യവും ഉദ്ദേശവും എന്തെന്ന് അല്പം പോലും മനസ്സിലാക്കാൻ കൂട്ടാക്കാതെ ഇത് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കുവാനുള്ള ഒരായുധമായി കാണുന്ന കാലഘട്ടം, അത് മനുഷ്യജാതിക്ക് പൊതുവെ വളരെയധികം അപകടം വിളിച്ചു വരുത്തുമെന്നതിന് സംശയം. പക്ഷേ നമ്മുടെ ഇന്നത്തെ ചിന്തയിൽ മനുഷ്യരാശിയല്ല നമ്മുടെ കേന്ദ്രബിന്ദു, ദൈവം തന്നെയാണ്. അപ്പോൾ മനുഷ്യർക്ക് ഈ ഒരു ഭാഷാ അവകാശം അല്ലെങ്കിൽ ഭാഷാവരം അല്ലെങ്കിൽ ഭാഷാപരമായ കഴിവ് ഉള്ളതുകൊണ്ട് അത് മൃഗങ്ങളെയും പക്ഷികളെയും ചരാചരങ്ങളെയും ഒക്കെ പേരിട്ട് വിളിച്ച് അവയോട് പ്രത്യേകമായ ബന്ധം പുലർത്തണമെന്ന ഉദ്ദേശത്തിൽ അവിടെ നൽകപ്പെട്ട പ്രത്യേകമായ ആ കഴിവാണ് എങ്കിലും അതിനെ ഉപയോഗിക്കുന്ന വിധത്തിൽ മനുഷ്യർ അച്ചടക്കം പാലിക്കാൻ കൂട്ടാക്കാതിരുന്നത് കൊണ്ട് എന്ത് സംഭവിച്ചു? ആ വരം നൽകിയ ദൈവത്തിനെതിരെ ഉപയോഗിക്കുവാനും മനുഷ്യൻ മടി കാണിച്ചില്ല. അതുകൊണ്ട് ദൈവത്തിന് പല പേരുകളിട്ട് നാം വിളിച്ചു. ഇവിടെ നാം വീണ്ടും ഓർക്കേണ്ട, ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, മുമ്പ് പറഞ്ഞ ആശയം ഓർമ്മിപ്പിക്കുകയാണ്. പേര് ഇട്ട് വിളിക്കുക എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്കുക എന്നാണ് അർത്ഥം. ടു നെയിം ഈസ് ടു ക്രിയേറ്റ്. അങ്ങനെയാണ് വിവിധ ദൈവങ്ങളുണ്ട് എന്ന പ്രതീതി മനുഷ്യരാശിയുടെ ചരിത്രത്തിൽ കാലാകാലങ്ങളിൽ പൊന്തി വന്നിട്ടുള്ളത്. അനേക ദൈവങ്ങളില്ല, അനേക ദൈവങ്ങളുണ്ട് എന്ന പ്രതീതി മനുഷ്യൻ സൃഷ്ടിച്ചതാണ്. അങ്ങനെ ഒരു പ്രതീതി തികച്ചും അപകടം നിറഞ്ഞ, സത്യം തൊട്ടുതിരിച്ചിട്ടില്ലാത്ത ഈ പ്രതീതി സൃഷ്ടിക്കുവാൻ മനുഷ്യന് കഴിവ് കൊടുത്തത് ദൈവമാണ്. അത് ഭാഷ എന്ന വലിയ ദാനം കൊണ്ട് മനുഷ്യൻ ലഭിച്ചതാണ്. അത് പ്രയോഗിച്ച് ഓരോരുത്തരും അവരുടേതായ ദൈവങ്ങളെ സൃഷ്ടിച്ചു. അതുകൊണ്ട് എനിക്ക് ഏവരോടും പറയാനുള്ളത്, ഈ ലോകത്തിൽ നാം ഇപ്പോഴറിയുന്ന വിവിധമായ മത അല്ലെങ്കിൽ ആധ്യാത്മിക പാരമ്പര്യത്തിൽ കൂടെ വെളിപ്പെട്ടു വന്നു എന്ന് നാം സങ്കല്പിക്കുന്ന ദൈവത്തെ പറ്റിയുള്ള അറിവ്, ദൈവത്തിൻ്റെ പേര്, ദൈവത്തിൻ്റെ സ്വഭാവം, ദൈവം ആരെയൊക്കെ കരുതുന്നു, ആരെയൊക്കെ കരുതാതിരിക്കുന്നു, ദൈവത്തെ പ്രീതിപ്പെടുത്തേണ്ടതിന് മനുഷ്യൻ എന്തു ചെയ്യണം, എന്ത് ചെയ്തുകൂടാ, ഇങ്ങനെയുള്ള പലവിധമായ സങ്കല്പങ്ങൾ, ഇവയെല്ലാം കേന്ദ്രീകരിച്ച് നിൽക്കുന്നത് ദൈവത്തെ നാം എങ്ങനെ മനസ്സിലാക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വ്യക്തിത്വം നമുക്കറിയാം. ദൈവം വ്യക്തിയല്ല, ഒരു വലിയ ശക്തി മാത്രമാണ്, ഒരു ഊർജമാണ് എന്ന് നിർബന്ധിക്കുന്ന ആധ്യാത്മിക പാരമ്പര്യങ്ങളുണ്ട്. നിർഗുണ ബ്രഹ്മ. എന്നാൽ വേദപുസ്തകത്തിൽ അങ്ങനെയല്ല. ദൈവത്തെ ഒരു വ്യക്തി രൂപത്തിൽ, ദൈവം ഒരു വ്യക്തി എന്ന രൂപത്തിലാണ് ആന്ത്രോപോമോർഫിക് അങ്ങനെയാണ്. അതായത് ദൈവത്തെ മനുഷ്യരൂപത്തിലാണ് നാം അറിയുന്നത്. അതിൻ്റെ കാരണം നമ്മുടെ ഭാഷ വരമാണ്, ആശയവിനിമയത്തിലുള്ള കഴിവാണ്. അതുകൊണ്ട് ഓരോരുത്തരും അവർക്ക് സൗകര്യമുള്ള, അവർക്ക് ഇഷ്ടം തോന്നുന്ന വിധത്തിലുള്ള, അവർക്ക് ഗുണകരമെന്ന് തോന്നുന്ന വിധത്തിലുള്ള ദൈവങ്ങളെ സൃഷ്ടിച്ചു. ലോകത്തിലുള്ള എല്ലാ മതങ്ങളും നാം പരിശോധിക്കുമ്പോൾ അവയിൽ കാണുന്നത് ഇത് മാത്രമാണ്. സത്യദൈവത്തെ ഒരു മതദർശനത്തിൽ കൂടെയും പ്രാപിപ്പാൻ സാധ്യമല്ല എന്നതാണ് ഞാനിപ്പോൾ ആത്യന്തികമായി വിശ്വസിക്കുന്നത്. എല്ലാ മതങ്ങളുടെയും കേന്ദ്രബിന്ദുവാണെന്ന് പറയുകയും എന്നാൽ വാസ്തവത്തിൽ ആ കേന്ദ്രബിന്ദുവിനെ മാത്രം ഒഴിവാക്കി മതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നിർവഹിച്ചു പോകുന്ന ഒരു സംവിധാനത്തിൽ നാം തിരിച്ചറിയേണ്ട യാഥാർത്ഥ്യം, മതങ്ങൾ അറിയുന്ന ആ ദൈവസങ്കല്പങ്ങൾ 100% മനുഷ്യനിർമ്മിതമാണ്.
ആ യാഥാർത്ഥ്യം മറച്ചു വെക്കേണ്ടതിനാണ് വെളിപ്പാടുണ്ടായി ഇത് ഞങ്ങൾക്ക് വെളിപ്പെട്ടു വന്നതാണ് എന്ന് പറയുന്നത്. വാസ്തവത്തിൽ ചില ആളുകളിൽ കൂടെ മാത്രം സ്വയം വെളിപ്പെടുത്തുകയും ബാക്കിയുള്ളവരെ തള്ളി നിർത്തുകയും ചെയ്തൊരു സ്വഭാവം. ദൈവം എല്ലാറ്റിൻ്റെയും സൃഷ്ടികർത്താവാണെങ്കിൽ അത് തികച്ചും അർത്ഥശൂന്യമാണ്. ദൈവത്തിന് തന്നെ വെളിപ്പെടുത്തുവാൻ ഇടനിലക്കാരെ ആവശ്യമില്ല. മാത്രവുമല്ല, ദൈവം തന്നെ വെളിപ്പെടുത്തുന്ന പ്രക്രിയ ഒരു കാലത്ത് മാത്രം സംഭവിക്കുകയും അതിനുശേഷം നിലച്ചു പോവുകയും ചെയ്യാൻ ഒരു വിധത്തിലും സാധ്യമല്ല. അങ്ങനെ സാധ്യമാകണമെങ്കിൽ ദൈവം മരിച്ചു പോകണം. ജീവിക്കുന്ന ദൈവം, ജീവനുള്ള ദൈവം തന്നെ നിരന്തരം വെളിപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അത് മനസ്സിലാക്കാൻ ഒരു പ്രയാസവുമില്ല. നമുക്ക് നമ്മുടെ തന്നെ അവസ്ഥ നോക്കിയാൽ, ഞാൻ ഇപ്പോൾ ഒരു കുഞ്ഞുവിരൽ അനക്കിയാൽ, ചെറുപ്പത്തിൽ ഞാൻ എൻ്റെ കുഞ്ഞുവിരൽ അനക്കുന്നത് പോലെ അല്ല ഇപ്പോൾ ഞാൻ കുഞ്ഞുവിരൽ അനക്കുന്നത്. ചെറുപ്പത്തിൽ ഞാൻ കുഞ്ഞുവിരൽ അനക്കുമ്പോൾ ഉണ്ടാകുന്ന അർത്ഥമല്ല ഇപ്പോൾ കുഞ്ഞുവിരൽ അനക്കുമ്പോൾ ഉണ്ടാകുന്നത്. കാരണം എൻ്റെ വ്യക്തിത്വത്തിൽ മാറ്റം വന്നു, വളർച്ച പ്രാപിച്ചു എന്നത് തന്നെയാണ്. പണ്ട് ഏതെങ്കിലും കാര്യത്തിൽ ഇടപെട്ടതുപോലെ അല്ല ഇപ്പോൾ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്താൽ അതിൽ കൂടെ ഞാൻ എന്നെ തന്നെ നിരന്തരം വെളിപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. പ്രകൃതിയുടെ എല്ലാ അംശങ്ങളും അത് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. സൃഷ്ടിയാകമാനം സൃഷ്ടികർത്താവായ ജീവിക്കുന്ന ദൈവത്തിൻ്റെ അനുസ്യൂതമായ നിരന്തരമായ സ്വയം വെളിപ്പെടുത്തലിൽ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. അത് കാണാൻ നമുക്ക് കണ്ണുണ്ടോ ഇല്ലയോ എന്നുള്ള മറ്റൊരു പ്രശ്നമാണ്. പക്ഷേ അത് കാണാതിരിക്കത്തക്കവണ്ണം നമ്മുടെ കണ്ണുകളെ അടച്ചു കളയുന്നത് നമുക്ക് ലഭിച്ച ഈ വലിയ അനുഗ്രഹത്തെ, ആനുകൂല്യത്തെ, വലിയ സിദ്ധിയെ നാം ദുരുപയോഗം ചെയ്യുന്നത് മൂലം ദൈവത്തെ നമ്മുടെ വാക്കുകൾക്ക് ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് ദൈവത്തെ ദൈവമല്ലാതാക്കി നമ്മുടെ സൗകര്യത്തിന് നൃത്തം ചവിട്ടുന്ന കളിപ്പാവയാക്കി നാം വെച്ചിരിക്കുന്നത് കൊണ്ട് നാം ദൈവത്തിൻ്റെ പേര്, നാം കൊടുത്ത പേര് ദൈവം അറിഞ്ഞതോ കേട്ടതോ അല്ല. നാം ദൈവത്തിന് തികച്ചും ആർബിട്രറിയായി അടിച്ചേൽപ്പിച്ച പേരുകൾ നാം ഉച്ചരിച്ചു കൊണ്ടേയിരിക്കുമ്പോൾ, എന്നാൽ ആ പേരുകൾ ഉച്ചരിക്കും തോറും ദൈവ സ്വഭാവത്തെ 100% അവഗണിച്ച് അതിന് പിണ്ണാക്കിൻ്റെ വില കൽപ്പിക്കാതെ തോന്നിയാവാസം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നാം ദൈവത്തിൻ്റെ പേര് വൃഥ എടുക്കുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം നാം സത്യത്തിൻ്റെ അല്ലെങ്കിൽ സത്യമായ ദൈവത്തെ ഉപേക്ഷിച്ച് നമ്മുടെ വിഭാവനകൾക്കും താല്പര്യങ്ങളും അനുസരിച്ച് നമ്മുടേതായ ദൈവങ്ങളെ നാം സൃഷ്ടിച്ചു കൊണ്ടേയിരിക്കുന്നു. അതാണ് ദൈവത്തിൻ്റെ നാമം വൃഥ എടുക്കുക എന്നതിൻ്റെ ആത്മീകമായ അർത്ഥം. ഞാൻ വീണ്ടും ആവർത്തിക്കട്ടെ, നാം ദൈവത്തിൻ്റെ നാമം വൃഥ എടുക്കുന്നു എന്നതിൻ്റെ അർത്ഥം നാം നമ്മുടെ സൗകര്യത്തിനും താല്പര്യത്തിനും ഇംഗിതത്തിനും അനുസരിച്ച് പ്രവർത്തിക്കുന്ന ദൈവ സങ്കല്പങ്ങൾ നാം സൃഷ്ടിക്കുകയും അതിന് ദൈവത്തിൻ്റേതെന്ന് പറഞ്ഞ് ആർബിട്രറിയായി യാതൊരു യുക്തിയുമില്ലാതെ നാം പേര് കൊടുത്ത് അതുമാത്രമാണ് ദൈവമെന്ന് പറഞ്ഞ് ബാക്കിയുള്ളതൊക്കെ ദൈവത്തിൻ്റെ പേക്കോലമാണ് എന്ന് പറഞ്ഞ് അത് തന്നെ മറ്റുള്ളവർ ആവർത്തിച്ച് അങ്ങനെ പേക്കോലങ്ങൾ തമ്മിലുള്ള ദ്വന്ദ്വയുദ്ധങ്ങളാണ് മതചരിത്രത്തിൽ കഴിഞ്ഞ സഹസ്രാബ്ദങ്ങളിൽ നടന്നുകൊണ്ടേയിരുന്നത് എന്നത് തിരിച്ചറിയാതെ പോയതുകൊണ്ടാണ് ഇത്രമാത്രം പ്രയാസങ്ങളും അനീതികളും അക്രമങ്ങളും നല്ലവനായ ദൈവത്തിൻ്റെ പേരിൽ ചരിത്രം സാക്ഷ്യം വഹിച്ചത് എന്ന് നാം മനസ്സിലാക്കണം. അപ്പോൾ ഈ ലോകത്തിൽ ദൈവത്തെ, സത്യദൈവത്തെ അനുഭവിപ്പാനും തിരിച്ചറിയുവാനുമുള്ള സ്വാതന്ത്ര്യം, അവസരം സംഘടിതമായ മതത്തിൻ്റെ ഇടുങ്ങിയ ചട്ടക്കൂടിനുള്ളിൽ മനുഷ്യർക്ക് പ്രാപിപ്പാൻ സാധ്യമല്ല. മനുഷ്യർ നിർമ്മിക്കുകയും അവരുടെ സൗകര്യമനുസരിച്ച് പ്രയോഗിക്കുകയും ചെയ്യുന്ന ഈ ദൈവസങ്കല്പങ്ങളുടെ പരിധിയിൽ നിന്ന് വെളിയിൽ പോയി മാത്രമേ അതിനതീതമായി പ്രവർത്തിക്കുന്ന സത്യദൈവത്തെ അറിയുവാനും അനുഭവിപ്പാനും സാധ്യമാകുകയുള്ളൂ. ഈ ഒരു ചരിത്ര സത്യം മനസ്സിലാക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല.
പുതിയ പുതിയ ആത്മീയ ദർശനങ്ങൾ ആവിഷ്കരിച്ച വ്യക്തികളുടെ ജീവിതം നാം നോക്കുമ്പോൾ അവർ ആരും തന്നെ ഏതെങ്കിലും നിലവിലുള്ള ഒരു മത സംവിധാനത്തിൻ്റെ ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ചതായി നാം കാണുന്നില്ല. ഇപ്പം പ്രവാചകനായ നബി തിരുമേനിയുടെ കാര്യം പറഞ്ഞാൽ, അദ്ദേഹം ഒരു മലയിൽ പോയി അതിൻ്റെ ഒരു ഗുഹയിൽ തപസ് ചെയ്തു, ധ്യാനിച്ചു. ഏതെങ്കിലും ഒരു മത സംവിധാനത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് അതിൽ സ്ഥിതി ചെയ്യുന്ന ദൈവസങ്കല്പത്തെ കുറച്ചുകൂടി ഒന്ന് ഊതി വീർപ്പിച്ചുകൊണ്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് അദ്ദേഹം വിചാരിച്ചില്ല. യേശുക്രിസ്തു യഹൂദന്മാരുടെ ദൈവസങ്കല്പത്തെ അള്ളിപ്പിടിച്ച് നിന്നിരുന്നുവെങ്കിൽ ക്രിസ്തു ദർശനം, ക്രിസ്തുവിൻ്റെ മാർഗം ചരിത്രം കാണുമായിരുന്നില്ല. ബുദ്ധ ഭഗവാൻ നിലവിലുണ്ടായിരുന്ന മതബോധത്തിനും ദൈവസങ്കല്പങ്ങൾക്കും അടിമയായിരുന്നുവെങ്കിൽ ലോകത്തിൻ്റെ കണ്ണിൽ ഇന്ന് അത്ഭുതമായിരിക്കുന്ന ബുദ്ധമതം അതിൻ്റെ അത്ഭുതകരമായ ആധ്യാത്മികമായ തിരിച്ചറിവുകൾക്ക് പിറവിയുണ്ടാകുമായിരുന്നില്ല. അങ്ങനെ മറ്റും എവിടെയൊക്കെ പുതിയ പുതിയ ദൈവിക ബോധം ഉദിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം നാം കാണുന്ന പൊതുവായ ഘടകം അന്ന് നിലവിലിരുന്ന ദൈവസങ്കല്പങ്ങളുടെയും മതധാരണകളുടെയും വെളിയിൽ പോയിട്ടാണ്, അതിൽ നിന്ന് വിടുതൽ പ്രാപിച്ചിട്ടാണ്, അതുവരെ മനുഷ്യർ അള്ളിപ്പിടിച്ചിരുന്ന ദൈവത്തെ പറ്റിയുള്ള തെറ്റായ ധാരണകളിൽ നിന്ന് മുക്തി പ്രാപിച്ചിട്ടാണ് സത്യത്തിലും ആത്മാവിലും ദൈവത്തെ അന്വേഷിക്കാനും തിരിച്ചറിയുവാനുമുള്ള സ്വാതന്ത്ര്യം അങ്ങനെയുള്ള ആത്മീയ ആചാര്യന്മാർ പ്രാപിച്ചത്. അതിൻ്റെ അനന്തര ഫലമാണ് ഇന്നുവരെയും മനുഷ്യജാതി സമൃദ്ധമായി അനുഭവിച്ചു വരുന്നത് എന്ന സത്യം നാം തിരിച്ചറിയുമ്പോൾ ഞാൻ അവതരിപ്പിച്ച ഈ ആശയത്തിൽ സാരമായ കഴമ്പുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നാം പ്രത്യേകമായി ചെയ്യേണ്ടത്, പ്രത്യേകിച്ച് മതത്തെപ്പറ്റി വളരെ എരിവുള്ള ആളുകളോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, നാം ദൈവത്തിൻ്റെ പേര് വിളിച്ചപേക്ഷിക്കുന്നുണ്ട്, പക്ഷേ ആ പേരും ജീവനുള്ള ദൈവവുമായി എന്താണ് ബന്ധം എന്ന് ദയവായി ഒന്ന് അന്വേഷിപ്പാൻ, മനസ്സിലാക്കുവാൻ കൂട്ടാക്കണമേ. ഇത് വ്യക്തമായി എൻ്റെ മനസ്സിൽ പതിക്കാൻ പ്രധാനപ്പെട്ട കാരണം ഞാൻ യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷ അല്പം ശ്രദ്ധിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചു എന്നതുകൊണ്ടാണ്. യേശു തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ കൂടെ യഹൂദന്മാർ അള്ളിപ്പിടിച്ചിരുന്ന ദൈവസങ്കല്പങ്ങളെ തികച്ചും സർഗാത്മകമായി തൻ്റേതായ വിധത്തിൽ ചോദ്യം ചെയ്യുകയും അതിൻ്റെ കെടുതിയിൽ നിന്ന് ജനങ്ങളെ വിടുവിച്ച് അവർക്ക് ആത്മീയമായ ആശ്വാസവും പ്രത്യാശയും വളർച്ച പ്രാപിക്കണമെങ്കിൽ ഈ അർത്ഥശൂന്യമായ ജീവനുള്ള ദൈവത്തോട് ബന്ധം വരുവാൻ ഒരു വിധത്തിലും സാധ്യമല്ലാത്ത സങ്കല്പങ്ങളിൽ നിന്ന്, അവയുടെ അടിമത്വത്തിൽ നിന്ന് ജനങ്ങളെ വിടുവിച്ച് ഒരു പുതിയ ദർശനത്തിലേക്ക് അവരെ കൊണ്ടുവരേണ്ട അത്യാവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് യഹൂദൻ അന്നുവരെയും ദൈവത്തെ മനസ്സിലാക്കിയിരുന്ന വിധത്തിൽ നിന്ന് തുലവും വ്യത്യസ്തമായി യാതൊരു ഇല്ലാത്ത വിധത്തിൽ ദൈവത്തെ സ്വർഗസ്ഥനായ പിതാവാണ് എന്ന വിധത്തിൽ അറിയുവാൻ നമുക്ക്, അല്ലെങ്കിൽ മനുഷ്യജാതിക്ക് അവകാശം നൽകി. ഇത് സംബന്ധമായ ഒരു ആശയം കൂടെ സൂചിപ്പിച്ചിട്ട് ഞാൻ ഉപസംഹരിക്കാൻ പോവുകയാണ്. എന്തുകൊണ്ടാണ് യേശു ദൈവത്തെ സ്വർഗസ്ഥനായ പിതാവാണ്, അല്ലെങ്കിൽ ദൈവത്തെ സ്വർഗസ്ഥനായ പിതാവായിട്ടാണ് നാം മനസ്സിലാക്കേണ്ടത് എന്ന് ചിത്രീകരിച്ച അല്ലെങ്കിൽ വെളിപ്പെടുത്തിയതെന്ന് ചോദിച്ചാൽ, ഞാനതിനെ മനസ്സിലാക്കുന്നത്, നാം ആരും നമ്മുടെ പിതാക്കന്മാർക്ക് പേരിടാറില്ല. പിതാക്കന്മാർ മക്കൾക്കാണ് പേരിടുന്നത്. അപ്പം അതുകൊണ്ട് ദയവായി നിങ്ങൾ ദൈവത്തെ നിങ്ങളുടെ തോന്നിയാവാസത്തിന്, തന്നിഷ്ടത്തിന്, നിങ്ങളുടെ സ്ഥാപിത താല്പര്യങ്ങൾക്കനുസരിച്ച് പേര് വിളിക്കുകയും നിങ്ങളിങ്ങനെ പേര് വിളിച്ചത് കൊണ്ട് നിങ്ങളുടെ സങ്കല്പത്തിനും വിഭാവനയ്ക്കും അടിമയായി ജീവനുള്ള ദൈവം വസിക്കുമെന്ന് നിങ്ങൾ കരുതരുത്. നേരെ മറിച്ചാണ് ഉണ്ടാകേണ്ടത്. നിങ്ങൾ ആരാണ് എന്ന് തീരുമാനിക്കുന്നത് ദൈവമാണ്. നിങ്ങൾക്ക് പേര് നൽകുന്നത് ദൈവമാണ്. നിങ്ങൾ ദൈവത്തിന് പേര് കൊടുക്കുന്നതിന് പകരം ദൈവം നിങ്ങൾക്ക് നൽകുന്ന പേര്,
അതായത് ദൈവം നിങ്ങളെ സൃഷ്ടിക്കുന്നതിൽ കൂടെ വിഭാവന ചെയ്തിട്ടുള്ള ദൈവികമായ ലക്ഷ്യങ്ങളും പദ്ധതികളും എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതിനെ ഈ ലോകത്തിൽ അന്വർത്ഥമാകത്തക്കവണ്ണം അന്വേഷണ ബുദ്ധിയോടെ നിങ്ങൾ ദൈവത്തോട് ബന്ധം പുലർത്തണം. അതുകൊണ്ട് ദൈവം ഞങ്ങളുടെ സ്വകാര്യ സ്വത്താണെന്ന് ആർക്കും അവകാശപ്പെടുവാൻ ഒരിക്കലും സാധ്യമല്ല. ദൈവം എൻ്റെ സ്വകാര്യ സ്വത്താണെന്ന് എനിക്ക് എപ്പോൾ തോന്നുന്നുവോ ആ നിമിഷത്തിൽ ഞാൻ ജീവനുള്ള ദൈവത്തിൽ നിന്ന് തികച്ചും അകൽച്ച പ്രാപിച്ചവനാണ് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയേണ്ട ആവശ്യമുണ്ട്. ഈ അടിസ്ഥാനപരമായ അറിവില്ലാത്തത് കൊണ്ടാണ് മനുഷ്യർ അവർക്ക് തോന്നിയ പേരിൽ ദൈവത്തെ വിളിക്കുകയും ആ പേരിൽ ദൈവത്തെ വിളിക്കുവാൻ കൂട്ടാക്കാത്തവർ തങ്ങളുടെ ശത്രുക്കളാണെന്ന് ധരിച്ച് അനാവശ്യമായ സ്പർദ്ധയും കലഹവും രക്തച്ചൊരിച്ചിലും നടത്തിക്കൊണ്ടേയിരിക്കുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. നമുക്കറിയാം, ഗാസ യുദ്ധം അവസാനിച്ചു എന്നൊക്കെ പറയുന്നു. ഞാനതിൽ വിശ്വസിക്കുന്നില്ല. അവിടെയും പ്രശ്നം ഇത് തന്നെയാണ്. അപ്പോൾ ഈശ്വർ എന്ന് പറഞ്ഞാൽ ഹിന്ദുവിൻ്റെ ദൈവമായി, അള്ള എന്ന് പറഞ്ഞാൽ അത് മുസ്ലിമിൻ്റെ ദൈവമായി, ഗോഡ് എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനിയുടെ ദൈവമായി. ഇങ്ങനെയുള്ള പദങ്ങൾ, പേരുകളിലെ വ്യത്യാസമാണിത്. പദങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങളാണിത്. പദപ്രയോഗങ്ങൾ, പദയുദ്ധങ്ങളാണിത്. ഈ യുദ്ധങ്ങളും ദൈവത്തിൻ്റെ സ്വഭാവവുമായി പുലബന്ധം പോലും ഉണ്ടാക്കുവാൻ യാതൊരു സാധ്യതയുമില്ല എന്നത് അല്പം ഒന്ന് ചിന്തിക്കുവാൻ ധൈര്യം കാണിക്കുന്നവർക്ക് മനസ്സിലാകും. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ, ഞാൻ പ്രത്യേകിച്ച് യുവതീവാക്കന്മാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് എനിക്ക് അറിയിക്കാനുള്ള അപേക്ഷ, നിങ്ങൾ നിലവിലുള്ള ദൈവത്തിന് മനുഷ്യ കൽപ്പിച്ചിരിക്കുന്ന പേരുകൾ, ആ പേരുകളിൽ കൂടി ഉദ്ദേശിക്കുന്ന ദൈവത്തിൻ്റെ സ്വഭാവങ്ങൾ, ദൈവത്തിൻ്റെ കാഴ്ചപ്പാടുകൾ, ദൈവം അങ്ങനെയാണ് ഇങ്ങനെ മാത്രമേ ആകൂ എന്നുള്ള നിർബന്ധങ്ങൾ, സ്ഥാപിത താല്പര്യങ്ങളുടെ സംരക്ഷകനായ ദൈവത്തെ അറിയുന്ന വിധങ്ങൾ, ഇവയൊക്കെയും 100% വിമർശനാത്മകമായി കാണുകയും ഇതിലൊന്നിനും ഒതുങ്ങി നിൽക്കാത്ത, ഇതിനെല്ലാറ്റിനും അതീതമായി പ്രവർത്തിക്കുന്ന, സകല ചരാചരത്തെയും ഉൾക്കൊള്ളുകയും അവയുടെ നന്മയ്ക്ക് വേണ്ടി നിരന്തരം ജാഗരൂകനായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന, എല്ലാറ്റിനോടും സ്നേഹത്തിൻ്റെ ബന്ധം പുലർത്തുന്ന സ്വർഗസ്ഥനായ പിതാവായി ദൈവത്തെ കാണുമെങ്കിൽ അത് വലിയൊരു അനുഗ്രഹത്തിനും ആശ്വാസത്തിനും നിദാനമായി തീരും എന്ന അടിസ്ഥാന തത്വം ഒന്ന് അടയാളപ്പെടുത്തുന്നതിന് വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് ദയവായി മനസ്സിലാക്കുക, മനുഷ്യർ ദൈവത്തിന് പേരിട്ട് വിളിക്കുമ്പോൾ ഓരോരുത്തരും അങ്ങനെ പേരിടുന്നവർ അവരുടേതായ ദൈവങ്ങളെ സൃഷ്ടിക്കുന്നു. അങ്ങനെ മാത്രമാണ് പിന്നെ അവർ മുൻപോട്ട് പ്രവർത്തിക്കുന്നത്. അത് എല്ലാറ്റിനെയും സൃഷ്ടിക്കുകയും പരിചരിക്കുകയും നിലനിർത്തുകയും ചെയ്ത ദൈവത്തോട് കാണിക്കുന്ന മറുതലിപ്പാണ്. ദൈവത്തിനെതിരെയുള്ള ഏറ്റവും അനീതി നിറഞ്ഞ അട്ടഹാസം ദൈവത്തിന് നമുക്ക് തോന്നുന്ന പേര് കൊടുത്തിട്ട് ദൈവം നമ്മുടെ കളിപ്പാവയാണെന്നും നമ്മുടെ സ്വകാര്യ സ്വത്താണെന്നും നമ്മൾ വരയ്ക്കുന്ന വരയിൽ മാത്രം നിന്ന് തപസ് ചെയ്യുന്നവനാണ് എന്നും പറയുന്ന ഈ സങ്കല്പങ്ങൾ, അവയെ അതിജീവിക്കുവാൻ നമുക്ക് ഏവർക്കും ഇടയാകട്ടെ. അതിൽ കൂടെ നമ്മുടെ വ്യക്തിത്വത്തിൽ, നമ്മുടെ കാഴ്ചപ്പാടിൽ, നമ്മുടെ ആധ്യാത്മിക ബോധ്യത്തിൽ അഭൂതപൂർവമായ വളർച്ചയുണ്ടാകുകയും നാം ഏവരും യഥാർത്ഥത്തിൽ ലോകത്തിൻ്റെ വെളിച്ചങ്ങളായി വളരുവാനുള്ള സാഹചര്യം സംജാതമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഏവർക്കും